അവിടെ നിന്നാണ്. വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഓലമെടഞ്ഞിരുന്ന് മണലിൽ വിരിച്ചിരുന്ന് അയൽപക്കങ്ങളിലുള്ള സ്ത്രീകളൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ കുട്ടികളായ ആ കാലഘട്ടത്തിൽ കുട്ടികളായ ഞങ്ങളൊക്കെ അവരുടെ ഇടയിലൂടെയൊക്കെ ഓടിച്ചാടി കളിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ഇന്നത്തെ യാന്ത്രിക യുഗത്തിലെ ബാല്യങ്ങൾക്ക് അത് സ്വപ്നങ്ങളിൽ പോലും കാണാൻ പറ്റാത്ത കാര്യമാണ്. അത്രയും മനോഹരമായ ആ ഒരു ഗ്രാമത്തെ കുറിച്ച് അതിന്റെ ചുറ്റുപാടുകളിലൊക്കെ എനിക്കും ജീവിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിൽ തന്നെ വളരെ സന്തോഷം നിറയുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിലെയുമായുള്ള ബന്ധം ഇന്നും നിലനിൽക്കുന്നു. എന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തോളം ഞാൻ ദിവസങ്ങളോളം അവിടെ പോയി താമസിക്കുമായിരുന്നു. സ്കൂൾ അടച്ചാലൊക്കെ ആദ്യം ഓടിയെത്തുന്നതും അവിടെ തന്നെയാണ്. ആ ഗ്രാമത്തിന്റെ വിശുദ്ധി എന്നും എന്റെ ആ ഒരു കവിതയിലൂടെ മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതായിരുന്നില്ല ആ ഗ്രാമത്തിന്റെ ഭംഗിയും വിശുദ്ധിയും. ഞാൻ ഇനി എഴുതുന്ന പുസ്തകത്തിലും ഉടുമുന്തല എന്ന എന്റെ ബാല്യകാലത്തിന്റെ രോമാഞ്ചമായിരുന്ന, ബാല്യകാലത്തിന്റെ ഹർഷമായിരുന്ന ഉടുമ്പന്തല എന്ന എന്റെ മനസ്സിൽ നിന്ന് മായാത്ത ആ ഗ്രാമത്തെ കുറിച്ച് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ല ഈ വേദിയിൽ എനിക്ക് ഒരവസരം ലഭിച്ചതിന് ഓളം മേൽ സ്നേഹവും